രാജ്യത്ത് NDA തരംഗമെന്നാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. 242 സീറ്റുകളിലെ പ്രവചനത്തിൽ 174 നേടുന്നത് NDA ആയിരിക്കുമെന്നും ഇന്ത്യ മുന്നണി 61 ഒതുങ്ങുമെന്നുമാണ് പോൾ. ന്യൂസ് 18 ഒപ്പീനിയൻ പോളിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രവാസി ശബ്ദം പരിശോധിക്കുന്നത്. ഇന്ത്യ മുന്നണി തകർന്നടിയുമോ? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് പ്രതിനിധി നിസാർ കുന്നംകുളത്തിങ്ങൽ, ഇടതു സഹയാത്രികൻ ഷമീർ TP, ഒപ്പം BJP പ്രതിനിധി ബാബു കല്ലുമലയെ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ നിസാർ, ഇവിടെ ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തിയ ഒപ്പീനിയൻ പോളാണ്. അതിലാണ് ഇത്തരത്തിൽ ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നടത്തിയത് 242 സീറ്റുകളുടെ പ്രവചനമാണ്. അതിൽ 174 NDA ആയിരിക്കുമെന്നും ഇന്ത്യ മുന്നണി 61 ഒതുങ്ങുമെന്നുമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്താണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് എത്തുന്നില്ല എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒപ്പീനിയൻ പോളുകൾ എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഒപ്പീനിയൻ പോളുകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നുള്ള സൂചനകളാണ് സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള കണക്കുകൾ, ഏതൊക്കെ അഭിപ്രായ സർവേകൾ പറഞ്ഞാലും ഇത്തവണ ഈ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ ഇപ്പോൾ ഭരിക്കുന്ന BJP സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് സാധാരണ ജനങ്ങളെ ഗ്യാസിന്റെ വില, അതുപോലെ പെട്രോളിന്റെ വില, അതുപോലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതുപോലെയുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു രീതിയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്താൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി CA പോലെയുള്ള, രാമക്ഷേത്രം പോലെയുള്ള ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് BJP ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. ശരി, കോൺഗ്രസിലേക്ക് വന്നാൽ വലിയ പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന 3-4 സ്റ്റേറ്റുകളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ അത് രൂപീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പലർക്കും സംശയം വന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പം ആ സമയത്തുള്ള റിസൾട്ട് നോക്കിയപ്പോൾ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചതുപോലെയാണ് പ്രവർത്തകർ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ ഈ ചേരിതിരിവുകൾക്കിടയിലൂടെയൊക്കെ, ഇല്ലെങ്കിൽ ഈ കോലാഹലത്തിനിടയിലൂടെ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പ്രതീക്ഷയാണ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നത്? ആളുകളിൽ നിന്ന് അത്തരത്തിൽ പോസിറ്റീവായ എന്ത് റെസ്പോൺസ് ആണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, കാരണം അതായത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ശരിയാണ് താങ്കൾ സൂചിപ്പിച്ചത്. പക്ഷേ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ നടക്കാറ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് LDF സർക്കാരാണ്. പക്ഷെ കേരളത്തിൽ 20-ൽ 19 സീറ്റും നേടി UDF വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരുള്ള വലിയ വിധിയെഴുത്തുണ്ടാവും. അതുപോലെ നോർത്തിലും വെസ്റ്റിലുമൊക്കെ തന്നെ ഇന്ത്യ മുന്നണി വളരെ രീതിയിൽ മുന്നോട്ട് വരും. ഇന്ത്യ മുന്നണി ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നമ്പറിലേക്ക് എത്തും. ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയാം. അതെല്ലാം കോൺഗ്രസിന്റെ കാലത്തുണ്ടായതാണ്. ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും വിഷയങ്ങളും അഡ്രസ് ചെയ്യാൻ കഴിയാതെ വർഗീയമായി ജനങ്ങളെ വേർതിരിക്കുന്ന, മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് BJP ഗവൺമെന്റ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള ശക്തമായ വികാരം ഉണ്ടാകും. അഭിപ്രായ സർവേകളുടെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാകും. ഇന്ത്യ മുന്നണി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ശരി, ശ്രീ ഷമീർ, ഇവിടെ നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്നറിയാം. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ളിൽ ഇപ്പോൾ ഉണ്ട്, എങ്ങനെയൊക്കെ അവരുടെ സഹകരണം തുടരുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം ഇത് രൂപീകരിച്ചത്
ശക്തമായി BJP അധികാരത്തിൽ നിന്ന് അകറ്റണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കാണോ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉള്ളത് എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. അധികാരത്തിൽ നിന്ന് BJPയെ അകറ്റുക എന്നതിൽ നിന്ന് ഒരുപാട് അകലത്തിലേക്ക് ഇന്ത്യ മുന്നണി ഇലക്ഷൻ അടുക്കും തോറും പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ധന്യ, രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പോലും പൂർണ്ണമായും പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യത്തിൽ നടത്തുന്ന ഈ അഭിപ്രായ സർവേകളോടും ഒപ്പീനിയൻ പോളുകളോടും ഞാൻ അതിനെ ഗൗരവമായി കാണുന്നില്ല. മറിച്ച് ഇപ്പൊ ധന്യ ചോദിച്ചതുപോലെ രാജ്യം ഇതുവരെ അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ശിശുമരണ നിരക്കും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമൊക്കെ ഉണ്ടാകുന്ന വലിയ തകർച്ചയുമൊക്കെ നമ്മുടെ രാജ്യം അതിരൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിലും അതിനുള്ള പ്രതിവിധികൾ ഒന്നും കണ്ടെത്താതെ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ മാനസികമായി അകലുന്ന അതല്ലെങ്കിൽ അവരെ തമ്മിൽ അകറ്റുന്ന NRCയും CIA പോലെയുള്ള മനുഷ്യവിരുദ്ധമായ നയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ തമ്മിൽ അതല്ലെങ്കിൽ മനുഷ്യന്മാർ തമ്മിൽ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർഗീയ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് BJP സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി കേന്ദ്ര സർക്കാരിനെതിരായി വലിയൊരു ജനരോഷം ഉയർന്നു വരുമെന്നും അതിന്റെ ഭാഗമായി ഒരു പ്രതിപക്ഷ സംഘടനകൾ BJPക്കെതിരായി തെരഞ്ഞെടുപ്പിലെ അഭിമുഖീകരിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ വിജയം വരിക്കും എന്ന് തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് പക്ഷെ ഇവിടെ പ്രതിപക്ഷങ്ങൾക്ക് യോജിക്കാനാവുന്നുണ്ടോ എന്നുള്ളതാണ്. പല രീതിയിലും ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പലയിടത്തും പല സ്റ്റേറ്റുകളിലും ഈ BJP കാണിക്കുന്നത് പോലെയൊക്കെയുള്ള രീതികൾ ഇല്ലെങ്കിൽ ആളെ കൂട്ടുന്ന രീതികളൊക്കെ അങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതും പ്രധാന കക്ഷിയായ കോൺഗ്രസിന് അത് പറ്റുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? തീർച്ചയായും ആ വിമർശനം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള വിമർശനമാണ് ധന്യ. കാരണം നമ്മളൊരു യുദ്ധത്തെ നേരിടുമ്പോൾ നമ്മൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബലഹീനതയെയും നമ്മുടെ ദുർബലാവസ്ഥയെയും ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നാണ്. എന്നാലേ നമുക്ക് ശത്രുവിനെ നേരിടാൻ കഴിയുള്ളൂ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യ മുന്നണിയിലെ സുപ്രധാനമായിട്ടുള്ള കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഇപ്പോഴും അവരുടെ ദുർബലാവസ്ഥയും അവരുടെ വീഴ്ചകളെയും തിരിച്ചറിയാനുള്ള ഒരു പക്വത അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും സീറ്റ് നിർണയ ചർച്ചകളും മറ്റും കീറാമുട്ടിയായി മാറി നിൽക്കുന്നതും പ്രാദേശിക രാഷ്ട്രീയ സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾ വഴിമുട്ടുകയൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമാണ്, അതല്ലെങ്കിൽ അവരുടെ ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. എങ്കിൽ കൂടിയും BJP നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്ന മനുഷ്യവിരുദ്ധമായ ഈ നയസമീപനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന ഈ വലിയ രോഷത്തെ കോൺഗ്രസും അതുപോലെ മറ്റുള്ള പ്രാദേശിക രാഷ്ട്രീയ സംഘടനകളും തിരിച്ചറിയുമെന്നും ഒരു വലിയ ജനരോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സ്പിരിറ്റിനെ ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് BJPക്കെതിരായി വലിയൊരു മുന്നണിയെ കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ഇതിപ്പോ ഷബീർ, നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പോ തമാശയായിട്ടല്ല പറയുന്നത്, കുറച്ചുകൂടി ഇലക്ഷൻ എടുക്കുന്നതിന്റെ ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും പറയാണ് BJP വീണ്ടും അല്ലെങ്കിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും, കാരണം അതിനുള്ള പണി അവരെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആ പണി ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരും എടുക്കുന്നില്ല. പ്രധാനമായും കോൺഗ്രസ് അവരുടെ ആ പ്രതാപകാലം തിരിച്ചു പിടിക്കണം എന്നുള്ള ലക്ഷ്യമോ ആഗ്രഹമോ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അവരവരുടെ സ്റ്റേറ്റിൽ എന്താണോ അതിനുവേണ്ടി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ആളുകൾക്ക്. അപ്പം സ്വാഭാവികമായിട്ടും NDAയുമായിട്ട് യാതൊരു ഇല്ലെങ്കിൽ BJPയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ പോലും അവരെടുക്കുന്ന പണിയാണ് കാണുന്നത്. ആ പണി എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ധന്യ, ചോദ്യം പ്രസക്തമാണ്. കാരണം നമ്മുടെ രാജ്യം ഇതുവരെ നേരിടാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, നയ രൂപീകരണങ്ങളാണെങ്കിലും ശരി, നയ പ്രഖ്യാപനങ്ങളാണെങ്കിലും ശരി, രാജ്യം ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളാണ് BJP സ്വീകരിക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെയും ഭരണം എന്ത് വില കൊടുത്തും അതല്ലെങ്കിൽ എത്രത്തോളം താഴെ പോയും അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സമവായങ്ങൾ എത്തിയാലും ശരി, ഞങ്ങൾക്ക് എങ്ങനെയും ഭരണം പിടിച്ചടക്കണം എന്നുള്ള ഒരു രീതിയിലാണ് BJP മുന്നോടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ശക്തിയുള്ള സംഘടനകളിൽ നിന്ന് ആളുകളെ എടുക്കുകയും അതല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നൊക്കെ ദിവസവും 3-4 വീതം വലിയ നേതാക്കന്മാരാണ് BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്ന യാതൊരു സംഗതികളും ഇല്ലാതെ ഇത്തരം നയ രൂപീകരണങ്ങളുമായി അതല്ലെങ്കിൽ ഇത്തരം
രീതികളുമായാണ് BJP മുന്നോട്ട് ശരി, പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നിസാർ, ഇതാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഇല്ലെങ്കിൽ അവരുടെ തന്നെ അഭിപ്രായങ്ങൾ എതിരായി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. ഒരുപാട് വലിയ ലിസ്റ്റ് ഉണ്ടാവും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെതിരെ. ഇത് പരിഹരിച്ചുകൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സമയമില്ല, അതിനുള്ള സമയം കടന്നുപോയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പലരും പുറകോട്ട് പോയിട്ടുണ്ട്, പല നേതാക്കളും അതിൽ നിന്ന് മാറിയിട്ടുണ്ട്, അവരുടെ ചിന്ത മാറിയിട്ടുണ്ട്, അവരുടെ രാഷ്ട്രീയ നിലപാട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നൊരു മുന്നണിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തട്ടിക്കൂട്ട് എന്നുള്ള രീതിയിൽ ഒരു മുന്നണി ഉണ്ടാക്കുന്നു, അവർക്ക് ഒത്തൊരുമ ഉണ്ടാവുന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് എങ്ങോട്ട് പോകുന്നുള്ളത് സാധാരണ ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള അജണ്ടയിൽ നിന്ന് BJP ഒരു ഇഞ്ച് പോലും ഭയക്കാതെ അത്രയും ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെതിരായിട്ട് നിൽക്കേണ്ട ആളുകൾ പോലും പലപ്പോഴും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവർ തന്നെ എടുത്തുകൊണ്ടുവരുന്ന ഇലക്ഷന് മുമ്പായി കൊണ്ടുവരുന്ന ഏതൊക്കെ വിഷയങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ കൃത്യമായൊരു നിലപാടെടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല? താങ്കളുടെ വിമർശനങ്ങളെല്ലാം വളരെ ക്രിയാത്മകമായി തന്നെ കാണുന്ന ഒരു രീതിയാണുള്ളത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ വ്യവസ്ഥിതിയുള്ള ഒരു പാർട്ടിയാണ്. അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ സമ്മതിക്കുമെങ്കിലും ഇന്നും ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ ഒരു കുടക്കീഴിൽ അണിനിരത്തി കൊണ്ടുപോകാൻ കഴിയുന്ന വലിയ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് ഇന്ത്യ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ പുരോഗതിയിലേക്ക് ഇന്ത്യയെ നയിച്ച ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചടികളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കാൻ കഴിയുന്ന വേറൊരു ബദലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വലിയ, നേരത്തെ എന്റെ സുഹൃത്ത് ഷമീർ സൂചിപ്പിച്ചതുപോലെ, വർഗീയമായ ഈ ധ്രുവീകരണത്തിനെതിരെ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എല്ലാ ഘടകങ്ങൾക്കും അപ്പുറം കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് വരും. അതിന്റെ വലിയൊരു പ്രതിഫലനം ഈ റിസൾട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രതീക്ഷ നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രാദേശികമായിട്ടുള്ള പാർട്ടികളൊക്കെ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലേക്ക് വളരെ ഊർജിതമായി കടന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ഇവിടെ ശ്രീ ഷമീർ, നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയാണോ ഇതിന് എതിരായുള്ള ഇപ്പം സർക്കാരിന്റെ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കുന്നതിനെതിരെയൊക്കെ ഏത് തരത്തിൽ പ്രതികരിക്കുന്നുണ്ടെന്നറിയാം. അപ്പം ഇത്രയും പ്രതികരണ ശേഷിയുള്ള സ്റ്റേറ്റിൽ പോലും ഇന്ത്യ മുന്നണി എന്നൊന്നുമില്ല. കാരണം ഇവിടെ പ്രധാന മത്സരം നടക്കുന്നത് പോലും ഈ മുന്നണിക്കകത്തുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ തന്നെയാണ്. അപ്പം മറ്റ് സ്റ്റേറ്റുകളെ നോക്കുകയാണെങ്കിൽ, സൗത്തിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നാണ്. അതായത് ഇപ്പം നമ്മൾ നടത്തിയ സർവേയിൽ താങ്കൾ പറയുന്നു അങ്ങനെയുള്ള സർവേകളിൽ വലിയ കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് പിന്നെ പ്രതീക്ഷിക്കുന്നത് അവിടങ്ങളിൽ നിന്നൊക്കെ? രാജ്യത്തിനകത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ധന്യ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്തായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, യു പി, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രാദേശിക സഖ്യങ്ങളും പ്രാദേശിക സംഘടനകളും ഒക്കെ ഭയങ്കര ശക്തിയാർജി. നമുക്കറിയാം അവരെല്ലാം അവരുടേതായ രീതിയിൽ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി പോലെ, അതല്ലെങ്കിൽ ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് പോലെയുള്ള പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ശക്തിയുള്ള നിലയിലാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം ഉള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരവുമുണ്ട്. സ്വാഭാവികമായും അത് അവിടെ ശക്തിയുള്ള പ്രാദേശിക സംഘടനകൾക്ക് പിന്തുണയായി അതല്ലെങ്കിൽ വോട്ടായി പരിണമിക്കുമെന്നും ഇത്തരം സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സഖ്യങ്ങൾ വളരെ ശക്തിയോടെ തിരഞ്ഞെടുക്കപ്പെടുമെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ തമ്മിൽ ഒരു സഖ്യം രൂപാന്തരപ്പെടുമെന്നും അത് കേന്ദ്ര സർക്കാരിനെതിരെ അതല്ലെങ്കിൽ BJPക്കെതിരായ ഒരു വലിയൊരു മുന്നണിയായി രൂപാന്തരപ്പെടുമെന്നും BJPയെ കീഴ്പ്പെടുത്തുമെന്നും എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത്തരമൊരു രീതിയിൽ ഇപ്പോൾ എന്റെ സഹപാനലിസ്റ്റായ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന വലിയ ജനാധിപത്യ വിരുദ്ധവും അതല്ലെങ്കിൽ രാജ്യം ഇന്ന് വരെ നേരിടാത്ത രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റുള്ള വിയോജിപ്പുകളെ ഒക്കെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം, ഈ ലോകത്തിന് തന്നെ മാതൃകയായ
പല വർണ്ണങ്ങളിലും പല ജാതികളിലും പല വർഗങ്ങളിലും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുള്ള ഒരു ഭൂവിഭാഗത്തെ, ഇന്ത്യ എന്നൊരു ആശയത്തെ നിലനിർത്തുക എന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരുടെയും കടമയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായുള്ള മറ്റുള്ള വിയോജിപ്പുകൾ അതല്ലെങ്കിൽ അധികാര തർക്കങ്ങൾ എല്ലാം മാറ്റിവെച്ച് BJP-ക്കെതിരായി അതല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കുന്ന വലിയൊരു സംഘടനയ്ക്കെതിരായി മുന്നേറാനുള്ള ഒരു സാഹചര്യമാണ്. തീർച്ചയായും ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് പോലുള്ള സംഘടനകൾ കൂടുതൽ പക്വതയോടെ ഇത്തരം സീറ്റ് തർക്കങ്ങളിലും മറ്റും ഒക്കെ പക്വതയോടെ സമീപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ വലിയൊരു സഖ്യത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ നിസാർ, ഇവിടെ ഇപ്പം പൗരത്വ നിയമ ഭേദഗതി ബില്ലൊക്കെ അറബിക്കടലിൽ കളയുമെന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. പല നേതാക്കളും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നടക്കുന്ന പൂലുകളെ കുറിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വിശ്വാസ്യത എന്നൊരു ഘടകം കൂടി അവിടെ വരുന്നുണ്ട്. ഇന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ആ പ്രതിനിധി, ആ ജനപ്രതിനിധിയോ ഇല്ലെങ്കിൽ ആ കോൺഗ്രസ് നേതാവോ നാളെ എവിടെ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ, രാഹുൽ ഗാന്ധി മുതൽ ഏറ്റവും താഴെത്തട്ടിലെ ജനപ്രതിനിധികൾ വരെ നടത്തുന്ന വാഗ്ദാനങ്ങളൊക്കെ ആളുകളിലേക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാക്കാൻ സാധിക്കും? അതിൽ കോൺഗ്രസിന് വലിയ ആശങ്കയില്ലേ? തീർച്ചയായും ഇത്തരം ഒരു വലിയ രീതിയിൽ മനുഷ്യരെ വർഗീയമായി ധ്രുവീകരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ബില്ലുകൾ വരുമ്പോൾ അതിനെതിരെ ഏറ്റവും വലിയ പ്രതീക്ഷ കോൺഗ്രസ് തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ട് എങ്കിലും അത് ഒരു പാർട്ടിയിൽ നിന്ന് ഒരു അധികാര കേന്ദ്രമായിട്ടുള്ള ഒരു പാർട്ടിയിലേക്ക് മറ്റുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും പോകുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിലേക്ക് തിരിച്ചും വരുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാതെ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കേരളത്തിൽ മുന്നേ ഒരാഴ്ച മുന്നേ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ആണ് BJP-ക്കെതിരെ നേരിടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബില്ലുകളെയൊക്കെ അറബിക്കടലിൽ തള്ളുമെന്ന് ഉറക്കെ പറയുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രി നമുക്ക് ഇവിടെ CA നടപ്പാകില്ല എന്ന് പറയുമ്പോഴും ഒരു ഭാഗത്ത് ഇത്തരം CA-ക്കെതിരെയുള്ള പൗരത്വ ബില്ലിനെതിരെയുള്ള സമരങ്ങൾക്ക് എതിരെ കേസെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ CA നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്നുള്ളതാണ് ആ ഇന്ത്യ മുന്നണിയെ നമുക്ക് കുറച്ചുകൂടി അതിലൊരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നത്. അതിനെയൊന്നും നമ്മൾ ഒരിക്കലും പരിഹസിക്കുന്നില്ല. നമുക്കൊരു സംസ്ഥാനത്തിന് അതിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അതില് നിയമപരമായിട്ട് സുപ്രീം കോടതിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇതിനെ നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മുന്നിലുള്ളത്. അതിൽ പങ്കാളികളാവുക എന്നുള്ളതിലുപരി ഈ തള്ളുകൊണ്ടൊന്നും നമുക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഈ 20 സീറ്റും ജയിച്ചുകൊണ്ട് UDF മുന്നോട്ട് വരും. കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്കറിയാം ശ്രീ മുരളീധരൻ തൃശ്ശൂരിലേക്കും അതുപോലെ വടകരയിൽ ശ്രീ ഷാഫി പറമ്പിലൊക്കെ വന്നതിന് ശേഷമുള്ള വലിയ ആവേശം കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ അതിന്റെ അനുരണങ്ങൾ മറ്റുള്ള മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കും. ശ്രീ രാഹുൽ ഗാന്ധി വരാനിരിക്കുന്നു. ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. BJP-യുടെ പ്രതിനിധി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ശ്രീ ബാബു കല്ലുമല. ശ്രീ ബാബു, ഞങ്ങൾ നടത്തിയ സർവേയിൽ NDA 411 ഇന്ത്യ മുന്നണി 105 എന്നുള്ള നിലയിലാണ് സർവേ അവസാനിപ്പിച്ചത്. അതിൽ NDA-ക്ക് വലിയ മുൻതൂക്കമുള്ള ഇല്ലെങ്കിൽ വീണ്ടും ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള വ്യക്തമായ 400-ലധികം സീറ്റ് എന്ന് പറയുമ്പോൾ 411 സീറ്റുകളാണ് സർവേ ഫലമായി കിട്ടിയത്. ഇന്ത്യ മുന്നണിയെ പേടിക്കുന്ന ഇടങ്ങൾ NDA-ക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രസക്തിയൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കേരളം, തമിഴ്നാട് അല്ലെങ്കിൽ പഞ്ചാബ്, തെലങ്കാന, ഇങ്ങനെ ചില സംസ്ഥാനങ്ങളാണ്. അവിടെയും നില പരുങ്ങലിലാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ഒരു പ്രധാന പ്രതിപക്ഷം പോലും ആകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോടാണ്.
അതായത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇന്ന് വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടത്തിൽ മുങ്ങി കുത്തുവാള എടുത്ത് ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ജനങ്ങള് അവരുടെ സമ്മതിദാന അവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. ഇവിടെ നിന്ന് 20 സീറ്റിൽ 20ലും കോൺഗ്രസ്സുകാർ ജയിച്ചു പോയതുകൊണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പോയതുകൊണ്ടോ കേരളത്തിന് ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഈ വാങ്ങിയ കടത്തിന്റെ പലിശ അത് എങ്ങനെ കൊടുക്കുമെന്ന് പോലും സർക്കാരിന് അറിയില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുകളിലേക്ക് കൂടുതൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ, കേരളത്തിൽ അങ്ങനെ BJPക്ക് ഒരു MP ഉണ്ടായാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും BJPയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയാൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകും. കേരളത്തിലെ നിലവിലുള്ള UDFന്റെയും LDFന്റെയും ഭരണം കേരളത്തിന് ഇന്ന് വലിയൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സംസ്കാരം അല്ലെങ്കിൽ തൊഴിൽ രംഗത്തുള്ള സംസ്കാരങ്ങളൊക്കെ മാറ്റിക്കുറിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സുകൾ കൊടുക്കേണ്ടത് കേരളത്തിലാണ്. പെട്രോളിന്റെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് കേരളത്തിലാണ്. ഇങ്ങനെ കറണ്ട് ചാർജ് കേരളത്തിലാണ്. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേരളത്തിൽ നിന്നും ഒളിച്ചോടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക, BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, അവരെ പരീക്ഷിക്കാനുള്ള NDA പരീക്ഷിക്കാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ, അങ്ങനെ ഒരു അക്കൗണ്ട് ഇവിടെ തുറപ്പിക്കാൻ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? ഇത്ര കാലമായില്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയല്ലേ BJP വാഗ്ദാനം ചെയ്തത്? എന്ത് സംഭവിച്ചു? കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ തലവിധിയായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലൊരു മാറ്റം ഉണ്ടായേ തീരൂ. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും പറഞ്ഞില്ലേ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കേരളത്തിലെ ജനങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. വരും തലമുറയെ ഓർത്തെങ്കിലും അവര് NDA സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണം. അതല്ലെങ്കിൽ കേരളം വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് യാതൊരു തരത്തിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമോ ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന BJP ആളുകളോട് സംസാരിക്കുന്നതും അവരുമായിട്ട് വോട്ടിന്റെ കാര്യത്തിൽ ഇലക്ഷനെ കുറിച്ച് സംവദിക്കുന്നതുമൊക്കെ. അപ്പം ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ തടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തന്നെ എന്നോടാണോ? അതെ അതെ. ആരോഗ്യ സൂചികയിലും വിദ്യാഭ്യാസ സൂചികയിലുമൊക്കെ വലിയ ലോക നിലവാരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ കുറിച്ചാണ് BJP പ്രതിനിധി സംസാരിക്കുന്നത്. തീർച്ചയായും കേരളത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം പൂർണ്ണമായും തെറ്റാണ്. പക്ഷെ ഞാനതിൽ അത്ഭുതപ്പെടുന്നില്ല. BJPക്കാർ കേരളത്തെ കാണുന്നത് അവർ അവിടെ ജീവിക്കുന്നില്ല, അവർ പുറത്തുനിന്ന് ആ സംസ്ഥാനത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നത് പോലെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ രാഷ്ട്രീയ ചർച്ചകളിലാവട്ടെ വളരെ വെറുപ്പോടെയാണ് ആ സംസ്ഥാനത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് BJP പ്രതിനിധി സൂചിപ്പിച്ചത്. നമുക്ക് അർഹതപ്പെട്ട ധനം, അതല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടതായ കൃത്യമായ ധനവിഹിതത്തെ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയും എന്നാൽ കൃത്യമായി സുപ്രീം കോടതിയിൽ പോയി കേരള സർക്കാർ അത് വാദിക്കുകയും അത് മേടിച്ചെടുക്കുകയും ചെയ്ത ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഈ ചർച്ച കൂടി പുരോഗമിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ഒന്നും പരാമർശിക്കാതെ, അത്തരം ജാള്യതയൊന്നുമില്ലാതെ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെയും വലിയ രൂക്ഷമായ സാഹചര്യങ്ങളെയും ഒക്കെ നേരിടുകയാണ് എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, കേരളത്തിൽ ഒരു BJP പ്രതിനിധിയും അതല്ലെങ്കിൽ ഒരു MP ആയും ഒരു BJP പ്രതിനിധി തെരഞ്ഞെടുക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. എല്ലാ കാലത്തും വർഗീയതയോടും അതല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഈ രാഷ്ട്രീയത്തോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കൊല്ലവും അതല്ലെങ്കിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പിലൂടെ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. ശരി, നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്. വളരെ നന്ദി ശ്രീ ബാബു കല്ലുമല, ശ്രീ നിസാർ കുന്നംകുളത്തിങ്ങൽ, ഷമീർ TP. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു.